ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് ആശാനുമായി ഒരുപാട് വ്യക്തിബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആശാൻ പൊതുവെ ആശാൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പ്രതാപശാലിയായ ആ ഘട്ടങ്ങളിലൊന്നും അത്ര കണ്ട ആളുകൾക്ക് പ്രാപ്യനല്ലായിരുന്നു എന്നതാണ് കേട്ടിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകി കഥകളി ആസ്വാദനത്തിലേക്ക് വന്ന ഒരു ആളുകളാണ്. 96-ലാണ് ഞാൻ ആദ്യമായിട്ട് ആശാൻ്റെ പാട്ട് കേൾക്കുന്നത്. ആ സമയമൊക്കെ ആയപ്പോഴേക്കും ആശാൻ കൂടുതൽ അടുത്തിടപഴകാൻ പാകപ്പെടും വിധം, അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു വാത്സല്യനിധിയായ ഒരു വ്യക്തി എന്നുള്ള ഒരു അനുഭവ തലം ഞങ്ങൾക്ക് ആശാനുമായിട്ടുള്ള ബന്ധത്തിലുണ്ട്. അപ്പം ആശാനുമായി ഒരുപാട് സംസാരിച്ചതിൽ നിന്ന്, ആശാനുമായി നടത്തിയ യാത്രകളിൽ നിന്ന്, ആശാൻ്റെ അരങ്ങ് പരിചയത്തിൽ നിന്ന് ഒക്കെ ലഭിച്ച ചില മുന്നറിവുകളിൽ നിന്ന് എങ്ങനെയാണ് ആശാൻ്റെ സംഗീതത്തെ വിലയിരുത്തുക എന്നുള്ള ചെറിയൊരു ആലോചന മാത്രമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കൃതിസാനുജം ശുഭകര വില്വാദ്രിനാദം കഥകളി സംഗീതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ കഥകളി സംഗീതത്തിൻ്റെ ഒരു നീണ്ട ചരിത്രത്തിനിടയിൽ എവിടെയാണ് ശ്രീ കലാമണ്ഡലം ഗംഗാധരൻ എന്ന് പറയുന്ന മഹാഗായകനെ നമുക്ക് അടയാളപ്പെടുത്താനാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. വ്യക്തിപരമായ ആസ്വാദനാഭിരുചികൾ മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കുമ്പോൾ ആശാൻ്റെ സംഗീതത്തെ പറ്റി പറയാവുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നത് കഥകളി സംഗീതത്തിൻ്റെ ചരിത്ര നാൾവഴികളിൽ തികച്ചും ആധുനികം എന്ന് കൃത്യമായി വിശേഷിപ്പിക്കാവുന്ന ഭാവനാസമ്പന്നവും ചിന്താശേഷിയുമുള്ള ഒരു പ്രൗഢമായ സംഗീത വഴി, അതാണ് ആശാൻ്റെ സംഗീതത്തെ പ്രസക്തമാക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയും. ചിന്താശേഷി അല്ലെങ്കിൽ ധിഷണാശാലിയായ സംഗീതജ്ഞൻ എന്ന് ഉള്ള വിശേഷണം ആശാന് കൃത്യമായി യോജിക്കുന്നു. ആ ധിഷണാശാലി എന്ന പ്രയോഗം വെറുതെ അല്ലെങ്കിൽ അത്തരമൊരു എന്താ പറയുക സാമാന്യർത്ഥത്തിൽ പ്രയോഗിച്ച അല്ലെങ്കിൽ അങ്ങനെ പ്രയോഗിക്കാവുന്ന ഒന്നല്ല. പ്രതിഭാധനന്മാരായ മറ്റൊട്ടനവധി കഥകളി സംഗീതജ്ഞരിൽ നിന്നും ആശാനെ വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ധിഷണയുടെ സാന്നിധ്യമാണ്, ആലോചനയുടെ സാന്നിധ്യം. നിരന്തരമായ ആലോചനകൾ ആവർത്തിച്ച് ഉറപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സംഗീത പാറ്റേണുകൾ, അതിൻ്റെ പ്രയുക്തമായ രീതികൾ, ഇങ്ങനെ ആശാൻ വളരെ ചിന്തിച്ചുറപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത എന്ന് തന്നെ പറയാവുന്ന ഒരു ധാര, അതായിരിക്കും ആശാനെ ഈ കഥകളി മറ്റ് കഥകളി സംഗീതജ്ഞരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും കഥകളി സംഗീതത്തിൽ ആശാൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആശാൻ പാടുന്ന പാട്ടിനെ കുറിച്ചുള്ള ആലോചനകൾ, അത് ആശാന് ധാരാളം ഉള്ള ഒന്നാണ്. മാത്രമല്ല ആ ആലോചനകളിൽ നിന്നും താൻ സൃഷ്ടിച്ചെടുക്കുന്ന പാട്ടുവഴികളെക്കുറിച്ചുള്ള ആത്മവിശ്വാസം, അത് ഒരു കഥകളി ഗായകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പാടാൻ അല്ലെങ്കിൽ പുതുമയോടുകൂടി പാടാൻ ശ്രമിക്കുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ്. അത്തരത്തിൽ ശ്രമിച്ച് പാടി
താൻ ഉണ്ടാക്കിയെടുത്ത ഉള്ള ഒരു വഴികളിൽ ഉള്ള ആത്മവിശ്വാസം. ഉദാഹരണമായിട്ട് ആശാനുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് ആശാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തന്നെ ഏറെക്കുറെ സീനിയറായിട്ട് അവിടെ ഉള്ള സമയത്ത് ഒരു കഥകളി, ആ കഥകളിക്ക് ശിവരാമനാശാനുണ്ട്, നമ്പീശനാശാൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിന് ആദ്യ ഭാഗത്ത് ഗംഗാരാശാനാണ് പുറപ്പാട് മേളപ്പദം പാടുന്നത്. അപ്പോൾ അതിനകത്ത് ആശാൻ ഒരു പ്രയോഗം, ഏതോ രാഗത്തിലെ ഏതൊരു പ്രയോഗം ആശാൻ പുതുതായി അന്ന് അങ്ങനെ ചെയ്താൽ എന്താ എന്നാലോചിച്ചിട്ടൊരു പ്രയോഗം പറയാം. ഇത് കേട്ട് ആശാനെ പഠിപ്പിച്ച ശിവരാമനാരായ ആശാൻ, അദ്ദേഹത്തെ പറ്റിയിട്ട് ആശാൻ തന്നെ പറയുന്നുണ്ട്, തികഞ്ഞ പാരമ്പര്യവാദിയാണ്, കൃത്യമായ അർത്ഥത്തിൽ എന്താണോ അദ്ദേഹം പാടുന്നത് അത് തന്നെ പാടാൻ പഠിക്കുന്ന. അപ്പം ആശാൻ്റെ പാട്ടിലെ സാമ്പ്രദായികമായ അല്ലെങ്കിൽ ശൈലീകൃതമായ ദൃഢത ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയാണ് വ്യക്തിയിൽ എന്നുള്ള നിലയിൽ ശിവരാമനാരായണൻ വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ ശിവരാമനാരായണൻ ഈ പാട്ട് കഴിഞ്ഞ് വന്ന് ആശാനോട് ചോദിക്കുകയാണ്, നീ എന്താ ഇപ്പോൾ ഇത് പുതിയ എന്തോ പാടിയല്ലോ? ആ പാടി. നമ്പീശനാശാൻ പഠിപ്പിച്ചാണോ ചോദിച്ചു. അല്ല, അത് പിന്നെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അല്ല എനിക്ക് അങ്ങനെ തോന്നി, സ്വയം തോന്നിയിട്ട് പാടിയതാണ്. ആണോ? ആ എന്നാൽ നന്നായിട്ടുണ്ടത് എന്ന് അക്കാലത്ത് ശിവരാമനാരായണനെ കൊണ്ട് പറഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശിവരാമനാരായണൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയാൻ പറ്റി, എനിക്ക് അങ്ങനെ തോന്നി അല്ലെങ്കിൽ ഞാനത് അങ്ങനെ വിചാരിച്ച് ചെയ്തതാണെന്ന് പറയാനുള്ള ആത്മവിശ്വാസം, ആ പ്രയോഗത്തിലുള്ള ആത്മവിശ്വാസവും അതിനെപ്പറ്റി ആലോചിക്കാനുള്ള ശേഷി, ഇത് വളരെ ഗംഗാരാശാൻ്റെ സംഗീതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മേളപ്പദത്തിൽ അന്ന് മാറ്റിയ രാഗം കൂടാതെ ആശാൻ ധാരാളം ദേശായാലും ഹിന്ദോളമായാലും ആഹിർ ഭൈരവ് എന്ന് വേണ്ട പലമാതിരി രാഗങ്ങൾ ആശാൻ പിന്നീട് പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. മേളപ്പദത്തിൽ ആശാൻ പലതരത്തിലുള്ള രാഗങ്ങളിലേക്ക് അതിനെ മാറ്റി. അതിനൊക്കെ പിറകിൽ ഈ അന്വേഷണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അന്വേഷണം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത് ഔചിത്യപൂർവമായ അന്വേഷണം എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു സംസാരത്തിനിടയിൽ ആശാൻ ഒരിക്കലും ഇങ്ങനെ പറയുകയുണ്ടായി, സന്താനഗോപാലം കഥയിൽ ആശാൻ രാഗം പല സമയത്ത് പല രാഗങ്ങളിൽ പാടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആദ്യ രംഗത്തിൽ കുരുക്കളുടെ മകുടെ അത് ദർബാറിലേക്ക് മാറ്റി. അപ്പോൾ അത് ആശാൻ പറയുന്നുണ്ട് ഇങ്ങനെ, ആദ്യം ഒരു സാവേരി, അത് കഴിഞ്ഞ് വലിയ നീണ്ടൊരു ദേവഗാന്ധാരി, പിന്നെ വീണ്ടും ഒരു സാവേരി, അതിലെന്തോ ഒരു അത് വേണ്ട, അതൊന്ന് മാറ്റിയാലോ എന്നൊന്ന് ആലോചിച്ച് അങ്ങനെയാണ് അത് ദർബാറിലേക്ക് ആക്കിയെന്ന് പറയുന്നത്. അതിനേക്കാളും രസമായിട്ട് ബ്രാഹ്മണൻ അർജുനനോട് വന്ന് പറയുന്ന ധീര എന്ന് തുടങ്ങുന്ന മധ്യമാവധിയിലുള്ള പദം, അത് ആശാൻ ഭൈരവിയിലേക്ക് മാറ്റണം. അപ്പോൾ ആശാൻ അതിനകത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ആശാൻ നമ്മുടെ അടുത്ത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അനൂപിൻ്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുക. അപ്പം അനൂപ് ശ്രീജിത്തിൻ്റെ അടുത്ത് വന്ന് പറയാം, ശ്രീജിത്തെ ഇങ്ങനെ ഒരു എന്താ പറയുക, എൻ്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുകയാണ്, അപ്പോൾ ഒന്ന് വന്ന് സഹായിക്കണം. അത് ശുണ്ഠിയോട് കൂടിയിട്ടാണോ പറയേണ്ടത്? അങ്ങനെയാണ് ആ മധ്യമാവധിയിൽ മറ്റേ എന്താ പറയുക, ധൃതിയിലുള്ള അല്ലെങ്കിൽ വേഗത്തിലുള്ള പ്രയോഗത്തിൻ്റെ ആശയം അങ്ങനെ ശുണ്ഠിയോട് കൂടിയിട്ടാണോ പറയേണ്ടത്? അല്ല, ഒരു വകതിരിവോട് കൂടിയിട്ടാണ് പറയേണ്ടത്. വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം ആണത്. ആ പദപ്രയോഗവും ആശാൻ അന്ന് പ്രയോഗിച്ച പ്രയോഗം വകതിരിവ് എന്നുള്ളതാണ്. വകതിരിവ് എന്ന് പറയുന്ന പദം വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. ഔചിത്യം, വകതിരിവ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ ഞാൻ ആസ്വദിക്കുന്നിടത്തോളം ആശാൻ്റെ പാട്ടിൽ കണ്ട പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകളിലേക്കാണ് ഈ രണ്ട് സംഭവങ്ങൾ വഴിതെളിക്കുന്നത്. ഒന്ന്, താൻ പാടുന്ന പാട്ടിനെ പറ്റിയിട്ടുള്ള അന്വേഷണം, അതിൽ തികഞ്ഞ ആത്മവിശ്വാസം. രണ്ട്, ആ ആത്മവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രയോഗത്തിൻ്റെ പിറകിൽ വകതിരിവ് എന്ന് പറയുന്ന, ഔചിത്യം എന്ന് പറയുന്ന ഒരു ഘടകം. നമ്മൾ എടുക്കുന്ന രാഗങ്ങൾ, എടുക്കുന്ന ശൈലികൾ, എടുക്കുന്ന രീതികൾ, ഇത് എത്രത്തോളം കഥകളിക്ക് അനുയോജ്യമാണ്. കലാമണ്ഡലം ഗംഗാധരൻ എന്ന് പറയുന്ന പാട്ടുകാരൻ സ്വീകരിച്ച രാഗങ്ങൾ, സ്വീകരിച്ച വഴികൾ,
അത്ര കണ്ട് സങ്കീർണമായ വഴികളിലൂടെയോ അല്ലെങ്കിൽ പ്രയോഗങ്ങളിലൂടെയോ അങ്ങനെയല്ല. എടുക്കുന്ന ഓരോ രാഗങ്ങളും അതിൻ്റെ പരിചരണങ്ങൾ കൃത്യമായ അർത്ഥത്തിൽ കഥകളി സംഗീതത്തിന് അനുയോജ്യമായ വിധത്തിലേക്ക് ക്രമപ്പെടുത്തി ഒരു സംഗീത പാറ്റേൺ, കൃത്യമായ ആധുനികമായ ഒരു സംഗീത പാറ്റേൺ ഉണ്ടാക്കി എന്നുള്ളതാണ് ഗംഗാധരനാശാൻ്റെ വിജയം. അതിനു മുമ്പുണ്ടായ കഥകളിയിലെ നാഴികക്കല്ലുകൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ കഥകളിയുടെ ചരിത്രം വഴിമാറ്റി എഴുതിയ കഥകളി ഗായകർ പ്രതിഭ കൊണ്ടും ഭാവനാവിലാസം കൊണ്ടും ഉണ്ടാക്കിയെടുത്ത അനർഗളമായ സംഗീതധാര അതാളുകൾ ആവോളം കൊണ്ടു നടക്കുകയും ഏറെ ആഘോഷിക്കുകയും ചെയ്തു. അതിൽ നിന്നും വിഭിന്നമായി പുതുതലമുറയ്ക്ക് പിന്തുടരാവുന്ന തരത്തിൽ കൃത്യമായ ഒരു സംഗീത പാറ്റേണുകളെ ഉണ്ടാക്കി ഏത് രാഗത്തെയും അത്തരമൊരു സുഘടിതമായ ആ പാറ്റേണുകളിലേക്ക് വിന്യസിപ്പിക്കാനുള്ള ഒരു ശൈലി ഉണ്ടാക്കി അത് തൻ്റെ ശിഷ്യപ്രശിഷ്യരിലൂടെ തുടർന്നു പോയി. അത്തരമൊരു ധാര ഉണ്ടാക്കിയെടുത്ത് അതിനൊരു തുടർച്ച ഉണ്ടാക്കി എന്നുള്ളതാണ് കഥകളി സംഗീതത്തിൽ ഗംഗാധരനാശാന്റെ പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെ അറിയും ചിലറിവിടെ അല്ലലങ്ങുപോയി അവനെ അറിയും ചിലറിവിടെ അന്യനെ ആശാന് ശേഷമുണ്ടായ എല്ലാ ജനപ്രിയ ഗായകർക്കും നിലനിൽക്കാനുള്ള നിലയൊരുക്കി അല്ലെങ്കിൽ രംഗമൊരുക്കി എന്നുള്ളതാണ് ആശാന്റെ പ്രധാനപ്പെട്ട പ്രസക്തി. മറ്റ് പല ഗായകരും അവരുടെ പ്രതിഭാവിലാസം കൊണ്ട് ആളുകളെ ഗന്ധർവ സംഗീതം ഉയർത്തി അല്ലെങ്കിൽ വ്യക്തി അഭിരുചികളെ പ്രീതിപ്പെടുത്തി. ഇതൊക്കെ വളരെ ശരിയാണ്. ഇതൊന്നും ഒരുപക്ഷെ അവരോളം അല്ലെങ്കിൽ അവരുടെ അടുത്ത് അത്ര കണ്ട് ചെയ്യാൻ ഗംഗാധരനാശാന് സാധിച്ചില്ല എന്നുള്ളത് അംഗീകരിക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു കാലഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് അല്ലെങ്കിൽ കഥകളിയുടെ കൃത്യമായ ആധുനികത രൂപപ്പെടുന്നതിന് ശേഷം ഉണ്ടായ കഥകളി സംഗീതം എന്നുള്ളത് കൃത്യമായും ഗംഗാധരനാശാൻ വിഭാവന ചെയ്ത ഒരു സംഗീതമാണ്. അല്ലെങ്കിൽ ഗംഗാധരനാശാൻ രൂപപ്പെടുത്തിയെടുത്ത സംഗീത പാറ്റേണുകൾക്ക് അകത്ത് ഉള്ള അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്ന അല്ലെങ്കിൽ അത് ആത്മവിശ്വാസം നൽകി മറ്റ് രീതിയിൽ രൂപപ്പെടുത്തിയ ഒരു സംഗീതമാണ് എന്നത് നിസ്സംശയം പറയാം എന്നാണ് ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. അത്തരമൊരു സംഗീത പാറ്റേൺ ഒരു സുപ്രഭാതത്തിൽ ഗംഗാധരനാശാൻ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒന്നല്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം കലാമണ്ഡലത്തിലെ നീണ്ട അഭ്യസനവും പഠന കാലയളവ്, പ്രയുക്ത കാലയളവ്, ഇതെല്ലാം രൂപപ്പെടുത്തിയെടുത്ത വടക്കൻ നാട്ടിലെ ശൈലീകൃതമായ സുദൃഢമായ സംഗീതത്തിൻ്റെ ഒരു ധാര ആശാനിൽ അതിശക്തമായി കടന്നിരുന്നു. അതിനെ പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ കടക്കാവൂർ വേലുക്കുട്ടി നായരുടെ അടുത്ത് മുതൽ പഠിച്ച കർണാടക സംഗീതജ്ഞാനവും ആശാന് കൈമുതലായിട്ടുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ ഇത് കൈമുതലായിരിക്കുമ്പോൾ തന്നെ തെക്കൻ നാട്ടിലെ അതികാൽപ്പനികവും ഭാവനാസമ്പന്നവുമായ ഒരു വലിയ സംഗീതധാര, ഒരു വലിയ സംഗീത സംസ്കാരം അബോധപൂർവമായി ഗംഗാധരനാശാനിൽ പ്രവർത്തിച്ചിരുന്നു. ആശാൻ കുട്ടിക്കാലത്ത് 1-2 നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. തെക്കൻ നാട്ടിലെ കഥകളി സംഗീതത്തിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ അടിയടരായി ഈ അഭിനയ സംഗീതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അവിടുത്തെ സംഗീത നാടകങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു സാംസ്കാരിക സ്വാധീനം എന്നത് വളരെ അധികമാണ്. തെക്കൻ നാട്ടിലെ ഗന്ധർവ ഗായകൻ എന്നൊക്കെ പറയാവുന്ന കുട്ടപ്പക്കുറുപ്പ്
ആദ്യകാലത്ത് ഈ പറയുന്ന സംഗീത നാടകത്തിൽ ധാരാളം പാടിയിരുന്നുവെന്നും കുറുപ്പാശാൻ്റെ ഭാവസംഗീതത്തെ അത് സ്വാധീനിച്ചിരുന്നുവെന്നും ഒക്കെ ആളുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറുപ്പാശാൻ്റെ സംഗീതത്തിൽ വന്ന തെക്കൻ നാട്ടിലെ നാദസ്വരപാണിയുടെ ഒരു സ്വാധീനം ഈ വടക്കൻ നാടുകളെ അപേക്ഷിച്ച് വൈക്കം, ചേർത്തല, അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ഭാഗങ്ങളിലൊക്കെ അമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി വന്നിരുന്ന നാദസ്വരം, അതിൻ്റെ ഒരു ശബ്ദ സംസ്കാരം, ഇതൊക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു വലിയ ഭാവുകത്വം തെക്കൻ നാടുകളിലുണ്ട്. അതിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അത് ഒരേ സമയം ജനപ്രിയമായിരിക്കുക, ഒരേ സമയം ആർദ്രമാവുക. രാഗപരിചരണത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ കുട്ടപ്പക്കുറുപ്പായിട്ട് മാറ്റി എന്ന് പറയുന്ന പല രാഗങ്ങൾ, കാതരവേഗോല നാഗഗാന്ധാരിയിലുള്ള നാഗഗാന്ധാരി, കാപ്പി, ശിവരഞ്ജിനി, സിംഹേന്ദ്രമധ്യമം, ഇതൊക്കെ തന്നെ ഗംഗാറാശാൻ്റെ വളരെ പ്രസിദ്ധമായ രാഗങ്ങളാണ്. ഗംഗാറാശാൻ ഇതേ പരിചരണത്തിൽ ഞങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. പണ്ട് ഒരു ദിവസം ഇതേമാതിരി കുചേലവൃത്തം കാണുന്ന സമയത്ത് കുചേലവൃത്തത്തിലെ പരഭൃതമൊഴി ഇതെൻ്റെ പരിചയമോർത്ത ആ പദം ആശാൻ ഹമീർ കല്യാണിയിൽ പാടാണ്. അതിസുന്ദരമായിട്ട് ഹമീർ കല്യാണിൽ പാടാണ്. ഇതിന് ശേഷം കുറേ നാൾക്ക് ശേഷം തിരുവല്ല ഗോപികുട്ടനാരുടെ ഒരു ഗോപികുട്ടനാരാശാൻ്റെ ഒരു സംഭാഷണത്തിൽ ഇങ്ങനെ കേട്ടായിരുന്നു, 60കളിൽ കുട്ടപ്പക്കുറുപ്പ് ആശാൻ ഈ ഹമീർ കല്യാണിയിലാണ് ഇത് പാടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടു. അതേമാതിരി ആശാൻ ഇത് നാഗഗാന്ധാരിയിൽ പാടുന്ന ആ ഒരു പ്രയോഗം, ശ്യാമയിൽ ഉള്ള ചില പ്രയോഗങ്ങൾ, ഇത്തരത്തിൽ അബോധപൂർവമായി ഗംഗാധരനാശാനിൽ തെക്കൻ നാട്ടിലെ കുട്ടപ്പക്കുറുപ്പ് ആശാൻ്റേതായ ഉൾപ്പെടെയുള്ള ഒരു ഭാവാർദ്രമായ ഒരു സംഗീതത്തിൻ്റെ സ്വാധീനം അത് വളരെയധികം ആശാനിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ട്. അതുപോലെ തന്നെ ആ ഭാവാർദ്രമായ ഒരു അഭിനയ സംഗീതം, അതിനെക്കുറിച്ചുള്ള ആലോചനകൾ അത് നിലനിൽക്കുമ്പോൾ ഇവിടെ ബേസായിട്ട് തികഞ്ഞ കളരിജ്ഞാനവും ആട്ടജ്ഞാനവും കർണാടക സംഗീതജ്ഞാനവും സുദൃഢമായ ഒരു ശൈലിയും ബേസായി നിലനിൽക്കുകയും അതിൻ്റെ പ്രയുക്ത തലത്തിൽ ഭാവാർദ്രമായ തെക്കൻ നാട്ടിലെ സംഗീത സംസ്കാരത്തിൻ്റെ സ്വാധീനവും നിലനിൽക്കുകയും ചെയ്യാം. അപ്പം ഇത് രണ്ടും നേരത്തെ പറഞ്ഞ വകതിരിവോടുകൂടി സമന്വയിക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പും തെക്കൻ നാട്ടിൽ പാടുന്ന ഒരുപാട് വടക്കൻ നാട്ടിലെ പാട്ടുകാരുണ്ട്, വടക്കൻ നാട്ടിൽ പാടുന്ന തെക്കൻ പാട്ടുകാരുണ്ട്. അത് അവരുടെ അനർഗളമായ സംഗീതധാര കൊണ്ടും അസാമാന്യമായ പ്രതിഭ കൊണ്ടും ഈ രണ്ട് നാട്ടുകാരും ഇവരുടെ സംഗീതം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഭിന്നമായി ഈ രണ്ട് നാട്ടിലെയും സംഗീത സംസ്കാരങ്ങളെ സമന്വയിപ്പിക്കാൻ ബോധപൂർവവും ചിന്താപൂർവവുമായി നടത്തിയൊരു ശ്രമം എന്നുള്ള നിലയിൽ ആണ് കലാമണ്ഡലം ഗംഗാധരൻ എന്ന് പറയുന്ന കഥകളി ഗായകൻ്റെ സംഗീതം പ്രസക്തമാവുന്നത്. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് കൃത്യമായും ആധുനികം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗീതധാരയാണ് ആശാൻ്റേത് എന്ന് നമുക്ക് പറയാവുന്നത്. ആ ഒരു സംഗീതധാരയുടെ അടിത്തറയാണ് പിൽക്കാലം കഥകളി സംഗീതത്തിൻ്റെ നിലമൊരുക്കിയതും അതിനെ രൂപപ്പെടുത്തിയെടുത്തതും എന്നുള്ള ഒരാശയമാണ് എനിക്ക് ആശാൻ്റെ ഈ ഒരു സ്മരണയിൽ പങ്കുവയ്ക്കാനുള്ളത്. വ്യക്തിപരമായ അതുകൊണ്ട് തന്നെയാണ് ആശാൻ മറ്റുള്ള പല ഗായകരെ അപേക്ഷിച്ചും ജനപ്രിയം അല്ലെങ്കിൽ ഈ പറയുന്ന കൊണ്ടാടപ്പെട്ട ഒരു സംഗീതമാണ് എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റാതിരിക്കുമ്പോൾ പോലും ആശാൻ എക്കാലവും അല്ലെങ്കിൽ ആശാൻ്റെ സംഗീതം എക്കാലവും നിലനിൽക്കുന്ന ഒന്നായി തുടരുന്നത് അതിനുള്ള ഈ ഒരു ചരിത്രപരമായ മൂല്യം കൊണ്ടാണ് എന്നുള്ള വിശ്വാസം ഒന്ന് മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ഇവിടെ ചെയ്തത്. വ്യക്തിപരമായി ഇക്കാലം അത്രയും ആശാൻ മരിച്ചതിന് ശേഷവും ഗംഗാറാശാൻ്റെ പാട്ട് കേൾക്കാത്ത വളരെ അപൂർവം ദിവസങ്ങളെ എൻ്റെ ജീവിതത്തിലുള്ളൂ. ഗംഗാറാശാനെ പറ്റി സംസാരിക്കാത്ത വളരെ അപൂർവം ദിവസങ്ങളെ എൻ്റെയും എൻ്റെ സഹോദരൻ ശ്രീജിത്തിൻ്റെയും ഒക്കെ ജീവിതത്തിലുള്ളൂ. നിരന്തരമായി വിളിക്കുമ്പോൾ പോലും ആശാനുമായിട്ടുള്ള വ്യക്തി അടുപ്പങ്ങൾ, ആശാൻ്റെ സംഗീതം ഇതൊരു വ്യക്തിപരമായ അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദനത്തെ
അത്തരത്തിലേക്കാണെന്നുള്ളൂ. പക്ഷെ ആശാൻ്റെ ചരിത്രപരമായ ഈ ഒരു പ്രാധാന്യം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്, അതാണ് ആശാനെ പ്രസക്തമാക്കുന്നത്. ആ പ്രസക്തി കൂടുതൽ അറിയുവാനും അന്വേഷിക്കുവാനുമുള്ള ശ്രമത്തിൽ നിന്നാണ് ഗംഗാധരൻ ആശാൻ്റെ സംഗീതം വീണ്ടെടുക്കപ്പെടേണ്ടത്. അത്തരമൊരു അന്വേഷണം ആസ്വാദക പക്ഷത്തു നിന്നും അതിലേറെ കഥകളി ഗായകരുടെ പക്ഷത്തു നിന്നും ഉണ്ടാവേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.